Hi friends, welcome back to my channel Sims Nurses Scholar. നമ്മൾ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 8 ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 91. Which is responsible for control of fine motor movements? Option A thalamus, Option B hypothalamus, Option C corpus callosum, Option D basal ganglia. So the right answer is Option D basal ganglia. Okay. Hypothalamus, hunger, thirst, അതുപോലുള്ള ഫങ്ഷൻസ് ആണ് ഹൈപ്പോതലാമസിൻ്റെ. അത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 92. White matter of cerebrum chiefly contains Option A cell bodies, Option B myelinated axons, Option C neuroglial cells, Option D CSF. So ഇത് ബ്രെയിനിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഔട്ടർ ഭാഗം ഗ്രേ മാറ്ററും ഇന്നർ വൈറ്റ് മാറ്ററും ആണ്. ഓക്കെ. ഈ ഇന്നർ വൈറ്റ് മാറ്ററാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റ് മാറ്റർ ഓഫ് സെറിബ്രം ചീഫ്ലി കണ്ടെയ്ൻസ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മൈലിനേറ്റഡ് ആക്സോൺ. ഓക്കെ. ഇനി ഔട്ടർ കോർട്ടെക്സ് സർഫസിലുള്ള ഗ്രേ മാറ്റർ ന്യൂറോണൽ സെൽ ബോഡീസ് ആണ്. ഓക്കെ. ഇറ്റ് കണ്ടെയ്ൻ ന്യൂറോണൽ സെൽ ബോഡീസ്. ഓക്കെ. Next question, question number 93. The cerebral circulation receives approximately %% of cardiac output. Option A 10, Option B 15, Option C 20, Option D 25. So the right answer is Option D 25. Okay. Question number 94. The scale used to assess LOC. LOC means level of consciousness. It's an important question. Okay. Option A Apgar, Option B GCS, Option C visual analog, Option D Braden scale. So the right answer is level of consciousness. So the right answer is Option B GCS. Another question is GCS is used to identify എന്ന് ചോദിച്ചിട്ട് കുറച്ച് ഓപ്ഷൻസ് താഴെ തന്നിരിക്കാറുണ്ട്. അതിനകത്ത് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് തന്നിരിക്കും. അതാണ് റൈറ്റ് ആൻസർ. ആ ഓപ്ഷൻസ് ഏകദേശം സിമിലർ ആയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, GCS സ്കെയിൽ യൂസ് ചെയ്യുന്നത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി ഇതിനകത്തുള്ള സ്കെയിൽസ് ആണ് ബ്രാഡൻ സ്കെയിൽ, അപ്ഗാർ സ്കെയിൽ, GCS സ്കെയിൽ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് സിംപ്ലി ഒന്ന് നോക്കാം. ബ്രാഡൻ സ്കെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബെഡ്ഡൺ പേഷ്യൻ്റ് ബെഡ് സോർ, ബെഡ്ഡൺ അല്ല, ഒരു മൂവ്മെൻറ്റ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ബെഡ് സോറിനുള്ള സാധ്യത ഇതാണ് ബ്രാഡൻ സ്കെയിലിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. ഇതിനകത്ത് എന്തൊക്കെ ടേംസ് ആണ് നോക്കുന്നതെന്ന് വെച്ചാൽ മൊബിലിറ്റി, ന്യൂട്രീഷൻ, ഫ്രിക്ഷൻ ആൻഡ് ഷിയർ, ആക്ടിവിറ്റി, മോയ്സ്ചർ, സെൻസറി പെർസെപ്ഷൻ. സോ ഇറ്റ്സ് ഈസിലി നമുക്ക് ഓർത്തു വയ്ക്കാൻ വേണ്ടി മോനോഫാംസ് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. മോനോഫാംസ്, മൊബിലിറ്റി, ന്യൂട്രീഷൻ, ഫ്രിക്ഷൻ ആൻഡ് ഷിയർ, ആക്ടിവിറ്റി, മോയ്സ്ചർ, സെൻസറി പെർസെപ്ഷൻ. ഓക്കെ. ഇതിൽ നിങ്ങൾക്കൊന്ന് യൂഷ്വലി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ഓർത്ത് വയ്ക്കാനാണ്. ഒന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കിയാലും മനസ്സിലാവും. അതിൻ്റെ വാല്യൂ ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ 23 ആണ് നോർമൽ വാല്യൂ. ഓക്കെ. ബ്രാഡൻ സ്കെയിൽ ഒരു നോർമൽ പേഴ്സൺ 23 ആണ്. ഓക്കെ. 15, 16 ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ മൈൽഡ് റിസ്ക് ആവുകയാണ് പേഷ്യൻറ്റ്. മൈൽഡ് റിസ്ക് ഓഫ് ബെഡ് സോർ ആണ്. ഓക്കെ. ഇനി 13 to 14 മോഡറേറ്റ് റിസ്ക്. പിന്നെ 12 ഓർ ലെസ് എന്ന് വെച്ചാൽ ഹൈ റിസ്ക്. അപ്പോൾ ഒരു പ്രഷർ സോർ ഉണ്ടാവാൻ കംപ്ലീറ്റ് ചാൻസ് ഉണ്ട്. ആ പേഷ്യൻസിന് നമ്മൾ എപ്പോഴും സെക്കൻഡറി പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക് എയർ അതുപോലെയുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യണം. എയർ മാട്രസ്. ഓക്കെ. പിന്നെ എന്ന് വെച്ചാൽ ബെഡ് സോറിൻ്റെ ടൈപ്സ് ഉണ്ട്, സ്റ്റേജസ് ഉണ്ട്. ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് അസസ് ചെയ്യുക. 4 സ്റ്റേജസ് ആണുള്ളത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. ഓക്കെ. ഫസ്റ്റ് ഇനിഷ്യൽ ഒരു റെഡ്നെസ് വരുന്ന സ്റ്റേജ് സ്റ്റേജ് 1. പിന്നെ ഒരു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ അല്ല ബ്ലിസ്റ്റേഴ്സ് വരുന്നത് സ്റ്റേജ് 2. പിന്നെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ മസിൽസിലേക്കൊക്കെ ആ ഒരു ഡീപ്പിലേക്ക് എത്തുന്നത് സ്റ്റേജ് 3. ഇനി ബോൺസ് വരെ വിസിബിൾ ആവുന്ന ഒരവസ്ഥ സ്റ്റേജ് 4. ഓക്കെ. ഇങ്ങനെ 4 സ്റ്റേജസ് ആണുള്ളത്.
ഇനി അപ്ഗാർ സ്കോറിങ്. അപ്ഗാർ സ്കോറിങ് എന്താണെന്ന് വെച്ചാൽ അറിയാം, ഒരു ന്യൂ ബോൺ ഡെലിവറി, അതായത് ബോൺ ആയി കഴിയുന്ന ആ സമയത്ത് നമ്മൾ ന്യൂ ബോണിൻ്റെ ഫങ്ഷനിങ്, സെൻട്രലും ബോഡിയുടെ ഫങ്ഷനിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യുന്നതാണ്. വൈറ്റൽ സയൻസ്, വൈറ്റൽ സ്കോർ അസസ് ചെയ്യുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റമാണ് അപ്ഗാർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അപ്ഗാർ എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ചെക്ക് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് മിനിറ്റ് ആൻഡ് 5th മിനിറ്റ് അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അത് എന്തിന് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് മിനിറ്റ് നമ്മൾ ബേബി ഓക്കെ ആണോ, അതായത് മദറിൻ്റെ ഊമ്പിൽ നിന്ന് വരുന്ന ബേബി ഓക്കെ ആണോ എന്നുള്ളത്, ബേബി ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഓക്കെ ആയിരുന്നോ എന്ന് ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് മിനിറ്റ്. അതിൻ്റെ സ്കോർ 7, അറൗണ്ട് 7 വന്നാൽ മതി, അത് നോർമലാണ്. നോർമൽ അപ്ഗാർ സ്കോർ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഫസ്റ്റ് മിനിറ്റിൽ 7 വന്നാലും നോർമലാണ്. ഓക്കെ, ഇനി 5th മിനിറ്റിൽ ചെക്ക് ചെയ്യുന്നത് ബേബി പുറത്തുള്ള അറ്റ്മോസ്ഫിയറായിട്ട് എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് 10 ആണ് നോർമൽ വാല്യൂ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് മാത്രം നമുക്ക് നോക്കാം. ഫസ്റ്റ് APGAR, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ആക്ടിവിറ്റി, അതായത് മസിൽ ടോൺ എങ്ങനെയാണെന്നുള്ളത്. ഇത് ആബ്സെൻറ്റ്, ഫ്ലെക്സിബിൾ, ആക്റ്റീവ് പോയിൻറ്റ്സ് 0, 1 പോയിൻറ്റ്, 2 പോയിൻറ്റ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പൾസ് ആബ്സെൻറ്റ്, >100, >100. ഗ്രിമൈസ് അല്ലെങ്കിൽ റിഫ്ലെക്സ് ഇറിറ്റബിലിറ്റി, ഫ്ലോപ്പി ആയിട്ട്, അതായത് ഇല്ല. മിനിമൽ റെസ്പോൺസ് ടു സ്റ്റിമുലേഷൻ, പ്രോംപ്റ്റ് റെസ്പോൺസ് ടു സ്റ്റിമുലേഷൻ അങ്ങനെ. ഇനി അപ്പിയറൻസ്, അതായത് സ്കിൻ കളർ, അത് എപ്പോഴും പിങ്ക് ആയിരിക്കണം. ഓക്കെ, ബ്ലൂ പെയിൽ, പിങ്ക് ബോഡി ആൻഡ് ബ്ലൂ എക്സ്ട്രീമിറ്റീസ്, അത് ഒരു സൈനോസിസ് ആണ് കാണിക്കുന്നത്. സെൻട്രൽ സൈനോസിസും പെരിഫറൽ സൈനോസിസും ആണ് കാണിക്കുന്നത്. ഓക്കെ, ഈ പിങ്ക് ബോഡി, ബ്ലൂ എക്സ്ട്രീമിറ്റീസ് അങ്ങനെ ഒരു. ഓക്കെ, ഇനി നോർമൽ ആകുമ്പോൾ പിങ്ക് ആണ്. റെസ്പിറേഷൻ ആബ്സെൻറ്റ്, സ്ലോ ആൻഡ് ഇറഗുലർ, വിഗറസ് ക്രൈ. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇത് നോർമലാണ്. ഈ 2 പോയിൻറ്റ്സ് വരുന്ന എല്ലാം നോർമലാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടണം. ഓക്കെ, ഇതിലേതെങ്കിലും ആണ് റെഡ്യൂസ് ആയ ബേബിക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എന്നാണ്. ഓക്കെ, വൈറ്റൽസുമായിട്ട് എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗ്ലാസ്ഗോ ഗോമ സ്കെയിൽ. ഓക്കെ, ടു അസസ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. ഇതിൽ 3 ബിഹേവിയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഐ ഓപ്പണിംഗ് റെസ്പോൺസ്, ബെസ്റ്റ് വെർബൽ റെസ്പോൺസ്, ബെസ്റ്റ് മോട്ടോർ റെസ്പോൺസ്. ഓക്കെ, ഐ ഓപ്പണിങ്ങിൻ്റെ EVM. ഓക്കെ, ഈ ഐ ഓപ്പണിങ്ങിൻ്റെ നോർമൽ E4, V5, M6 ഇങ്ങനെയാണ് നോർമൽ വാല്യൂ. ഓക്കെ, E4, V5, M6 ഇത് നമ്മൾ കൂട്ടുമ്പോൾ മൊത്തത്തിൽ 15 വരും നോർമൽ പേഷ്യൻസിന്. ഓക്കെ, നോർമലി ഉള്ളൊരു പേഷ്യൻറ്റിന് 15 വരും. ഓക്കെ, ഇനി ടോട്ടൽ ഇത് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലെടുത്ത് നോക്കുക. ഇത് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ഒരു പേഷ്യൻ്റ് ഉണ്ട്, അത് നോ റെസ്പോൺസ് വിത്ത് പെയിൻ, ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണ്. സോറി, അങ്ങനെ വരില്ല, അങ്ങനെ വരില്ല. ഐ ഓപ്പണിംഗ് ടു സ്പീച്ച്, ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ്, പിന്നെ മോസ്റ്റ് ലോക്കലൈസ്ഡ് പെയിൻ, അങ്ങനെ ഒരു എന്താ സിറ്റുവേഷൻ തന്നിട്ട് ബ്രാഡൻ സ്കോർ എത്രയാണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഈ ബ്രാഡൻ സ്കോറിൻ്റെ സ്കോർ അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ. ഈസിയാണോ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഐ ഓപ്പണിംഗ് റെസ്പോൺസ് സ്പോണ്ടേനിയസ്ലി 4, ടു സ്പീച്ച് 3, ടു പെയിൻ 2, നോ റെസ്പോൺസ് 1. ഇത് ഹൈ നോർമൽ വാല്യൂസ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് റെസ്പോൺസ് പറഞ്ഞാൽ 15 ആണ്. ഇനി 8 or less ആകുമ്പോൾ പേഷ്യൻ്റ് കോമറ്റൈസ് ആയിരിക്കും, കോമ സ്റ്റേജിലായിരിക്കും. ഇനി ടോട്ടലി അൺറെസ്പോൺസീവ് ആയിട്ടുള്ള പേഷ്യൻ്റ് 3 ആയിരിക്കും. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് വെന്റിലേറ്ററിലൊക്കെയുള്ള പേഷ്യൻ്റ് എപ്പോഴും അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ആ പേഷ്യൻ്റ് നമ്മൾ മോട്ടോർ റെസ്പോൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മോട്ടോർ റെസ്പോൺസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 95. Which of the following activities should be encouraged after a contrast-based CT scan? Option A, ambulation. Option B, drinking water. Option C, turning. Option D, coughing and deep breathing. So the right answer is option B, drinking water. Okay. Why? നമുക്കറിയാം കോൺട്രാസ്റ്റ് വെച്ചാൽ ഡൈ ആണ്. ഡൈ എലിമിനേറ്റ് ചെയ്യുന്നത് കിഡ്നി വഴിയാണ്. അപ്പോൾ കിഡ്നി ബിഫോർ പ്രൊസീജിയർ നമ്മൾ ഈ കോൺട്രാസ്റ്റ് സൈറ്റ് കൊടുക്കുന്ന എല്ലാ പേഷ്യൻസിനും ബിഫോർ പ്രൊസീജിയർ എന്താണ് ആസ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യാമെന്ന്. ക്രിയാറ്റിൻ ലെവൽ നോർമൽ ആയാൽ മാത്രമേ കോൺട്രാസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ്
ഈ കോൺട്രാസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നത് കിഡ്നി വഴിയാണ്. ഓക്കെ, കിഡ്നി യൂറിൻ വഴിയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ പ്ലെൻറ്റി ഓഫ് ഓറൽ ഫ്ലൂയിഡ്സ് കൊടുക്കണം പേഷ്യൻറ്റിന്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 96. കാലോറിക് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു അസസ്. ഓപ്ഷൻ എ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ഓപ്ഷൻ ബി ഓൾഫാക്ടറി ഫംഗ്ഷൻ, ഓപ്ഷൻ സി ഓഡിറ്ററി നെർവ് ഫംഗ്ഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓഡിറ്ററി നെർവ് ഫംഗ്ഷൻ. ഓക്കെ. സോ എന്താണ് ഈ കലോറിക് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്? ഓഡിറ്ററി നെർവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മെയിൻലി അക്വസ്റ്റിക് നെർവിൻ്റെ ഫംഗ്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കലോറിക് സ്റ്റിമുലേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോൾഡും വാം വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് പേഷ്യൻ്റ് ഒരു സുപ്പൈൻ പൊസിഷനിൽ കിടത്തിയിട്ട് ഒരു 30 ഡിഗ്രി എലിവേറ്റ് ചെയ്തിട്ട് ഏത് സൈഡിലാണോ ഇയറിൽ കോൾഡ് വാട്ടറോ വാം വാട്ടറോ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ. ഈ സമയത്ത് നോർമൽ റിയാക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ കോൾഡ് വാട്ടർ ഒഴിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് നിസ്റ്റാഗ്മസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് സൈഡായിരിക്കും കോൾഡ്. ഇനി വാം വാട്ടർ ആണ് യൂസ് ചെയ്യുന്ന സമയത്ത് സെയിം സൈഡ് നിസ്റ്റാഗ്മസ് ഉണ്ടാകും. ഓക്കെ, അങ്ങനെ ഒരു ഈസി ന്യൂമോണിക്സ് ഉണ്ട്. കൗസ് എന്ന് ഓർത്ത് വയ്ക്കുക. കോൾഡ് ഓപ്പോസിറ്റ് ആൻഡ് വാം വാട്ടർ സെയിം സൈഡ്. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ കൗസ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ. ഓക്കെ, ഇങ്ങനെ ചെക്ക് ചെയ്യും. ഇതിന് റിവേഴ്സ് പാറ്റേൺ വരുന്ന സമയത്ത് ഇത് അബ്നോർമൽ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ കാലോറിക് ടെസ്റ്റ് നോക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഓർക്കരുത്. ഇതിൻ്റെ ഓഡിറ്ററി നെർവ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൗസ്. ക്വസ്റ്റ്യൻ നമ്പർ 97. നോർമൽ IOP ഈസ്, IOP മീൻസ് ഇൻട്രാഒക്കുലർ പ്രഷർ. ഓക്കെ, ഓപ്ഷൻ എ 2 to 10 millimeter of Hg, ഓപ്ഷൻ ബി 10 to 21 millimeter of Hg, ഓപ്ഷൻ സി 20 to 30 millimeter of Hg, ഓപ്ഷൻ ഡി 30 to 40 millimeter of Hg. So right answer is ഓപ്ഷൻ ബി 10 to 21 millimeter of Hg. ഇൻട്രാഒക്കുലർ പ്രഷർ എന്ന് വെച്ചാൽ ഐയിലെ പ്രഷറാണ്, ഐക്കുള്ളിലെ പ്രഷർ. ഇത് കൂടുന്ന സമയത്താണ് ഗ്ലൂക്കോമ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഗ്ലൂക്കോമ, ഇൻട്രാഒക്കുലർ പ്രഷർ കൂടുന്ന സമയമാണ് ഗ്ലൂക്കോമ ഉണ്ടാകുന്നത്. ഇനി ഗ്ലൂക്കോമ ഉള്ള സമയത്ത് പേഷ്യൻ്റെ ഇൻട്രാഒക്കുലർ പ്രഷർ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് അക്യൂട്ട് ഗ്ലൂക്കോമ IOP ഹയർ ദാൻ 50 to 70 millimeter of Hg. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അക്യൂട്ട് ഗ്ലൂക്കോമ 50 to 70. ഇൻ കേസ് ഓഫ് ക്രോണിക് ഗ്ലൂക്കോമ 30 to 50 millimeter of Hg. ഓക്കെ, 30 to 50 millimeter of Hg ബിറ്റ്വീൻ ആയിരിക്കും. ഇനി നമ്മൾ നോർമൽ വിഷൻ്റെ വാല്യൂ, അതായത് സ്റ്റെൻലെസ് ചാർട്ട് വെച്ച് നമ്മൾ നോർമൽ വിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ നോർമൽ വിഷൻ 6/6 ആണ്. അത് ബോത്ത് അതിൽ 6 ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറയുന്നത്. ഇനി ഇൻട്രാഒക്കുലർ പ്രഷർ എന്ത് വെച്ചാണ് മെഷർ ചെയ്യുന്നത്? ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഇൻട്രാഒക്കുലർ പ്രഷർ, ദാറ്റ് ഈസ് ടോണോമീറ്റർ. ഇറ്റ്സ് ഓൾസോ എ ക്വസ്റ്റ്യൻ. ദീസ് ഓൾ ആർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇൻട്രാഒക്കുലർ പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ടോണോമീറ്റർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 99. സ്മോളസ്റ്റ് ബോൺ ഓഫ് ഹ്യൂമൻ ബോഡി. ഓപ്ഷൻ എ സ്റ്റെപ്പിഡിയസ്, ഓപ്ഷൻ ബി മാലിയസ്, ഓപ്ഷൻ സി ഇംഗസ്, ഓപ്ഷൻ ഡി സ്റ്റേപ്പിസ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ നമുക്ക് എപ്പോഴും ഡൗട്ട് വരും, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഓപ്ഷൻ ഡി സ്റ്റേപ്പിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 100. ലെങ്ത് ഓഫ് ഓഡിറ്ററി കനാൽ. ഓപ്ഷൻ എ 1.5 cm, ഓപ്ഷൻ ബി 2 cm, ഓപ്ഷൻ സി 2.5 cm, ഓപ്ഷൻ ഡി 3 cm. വാട്ട് ഈസ് ഓഡിറ്ററി കനാൽ? Ear canal or auditory canal. Okay, so the right answer is option C, 2.5 cm. Okay. Question number 101. Which of the following is the vascular layer of eye? Option A sclera, option B choroid, option C retina, option D cornea. So right answer is option B, choroid. Okay, choroid എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്ലീറ എന്ന് വെച്ചാൽ വൈറ്റ്, നമ്മൾ പുറത്ത് കാണുന്ന ആ വൈറ്റ് പാർട്ടാണ് സ്ക്ലീറ. സ്ക്ലീറയുടെയും റെറ്റിനയുടെയും ഇടയിലുള്ള ഒരു പാർട്ടാണ്. അത് ഈ ഒരു കണ്ടിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് വെസൽസ് ഉള്ള പാർട്ടാണ് കോറോയിഡ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 102. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ടേം ആസ് ഓർഗൻ ഓഫ് ഹിയറിംഗ്? ഓപ്ഷൻ എ ഓട്ടോലിത്ത്, ഓപ്ഷൻ ബി ഓർഗൻ ഓഫ് കോട്ടൈ, ഓപ്ഷൻ സി ക്രിസ്റ്റേ, ഓപ്ഷൻ ഡി വെസ്റ്റിബ്യൂൾ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓർഗൻ ഓഫ് കോട്ടൈ. ഓക്കെ. In spiral shaped organ of hearing, that is cochlea. It's another question. Okay, spiral shaped organ of hearing.
This vegetable is used as for body balancing. Okay, BPPV a condition due to disease in vestibule. വെസ്റ്റിബ്യൂളിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് BPPV എന്ന് വെച്ചത്. ഓക്കെ, അത് വെർട്ടൈഗോ ഒക്കെ ഉണ്ടാക്കുന്ന ആ സമയത്ത് നമ്മൾ വെർട്ടൈഗോ ഉണ്ടാക്കും. Question number 103. Ototoxic drug. Option A cisplatin, option B carboplatin, option C vincristine, option D cyclophosphamide. ഓക്കെ, നമുക്കറിയാം ഈ 4 ഓപ്ഷൻസും കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ആണ്. ഓക്കെ, കീമോതെറാപ്പി മീൻസ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ cisplatin. ഓക്കെ, പിന്നെ നമുക്ക് ഓട്ടോടോക്സിറ്റി നെഫ്രോടോക്സിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് അമിനോ ഗ്ലൈക്കോസിഡ്സ് എന്ന് പറഞ്ഞാൽ. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് അമിനോ ഗ്ലൈക്കോസിഡ്സ് ഓട്ടോടോക്സിക് ആൻഡ് നെഫ്രോടോക്സിക്. ഓക്കെ, എക്സാമ്പിൾ ഫോർ അമിനോ ഗ്ലൈക്കോസിഡ്സ് ആർ ജെൻഡാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, amikacin, tobramycin, etc. ഇഫ് കിഡ്നി ഫെയിലർ ആ പേഷ്യൻ്റ് amikacin അല്ലെങ്കിൽ ക്രിയാറ്റിൻ എലിവേറ്റ് ആയുള്ള പേഷ്യൻറ്റിന് ഇപ്പോൾ amikacin പോകുന്നുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ വരും. പോകുന്നുണ്ടെങ്കിൽ കിഡ്നി ഫെയിലർ ആ പേഷ്യൻ്റ് ഏത് മെഡിസിനാണ് ഹോൾഡ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ സമയത്ത് ഓട്ടോടോക്സിക് നെഫ്രോടോക്സിക് ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾസ് തരുന്നത്. ഓക്കെ, ജെൻഡാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, amikacin, tobramycin, these drugs are ototoxic as well as nephrotoxic drugs. Okay, next question, question number 104. Antidote of pilocarpine. Option A anticarpine, option B naloxone, option C atropine, option D protamine sulfate. So the right answer is ഓപ്ഷൻ സി atropine. ഓക്കെ, നാലക്സോൺ എന്തിൻ്റെയാണ്? മോർഫിൻ്റെ ആൻറ്റിഡോട്ടാണ് നാലക്സോൺ. ഓക്കെ, പ്രോട്ടമീൻ സൾഫേറ്റ് ഹെപ്പാരിൻ്റെ ആൻറ്റിഡോട്ടാണ് പ്രോട്ടമീൻ സൾഫേറ്റ്. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് പിലോകാർപ്പിൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ പിലോകാർപ്പിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മസിൽ കൺട്രാക്ഷൻ, ഐ ട്രീറ്റ്മെൻറ്റ് ആസ് വെൽ എസ് ഐ ട്രീറ്റ്മെൻറ്റ് അതുമല്ല റേഡിയോതെറാപ്പി കഴിഞ്ഞ പേഷ്യൻ്റ് ക്യാൻസർ കഴിഞ്ഞ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ കഴിഞ്ഞ പേഷ്യൻറ്റിന് റേഡിയോതെറാപ്പി കഴിയുമ്പോൾ ഡ്രൈനെസ് ഉണ്ടാകും മുഖത്തിലൊക്കെ. ആ സമയത്തും പേഷ്യൻറ്റ് ഈ ഒരു മെഡിസിൻ കൊടുത്ത് ഡ്രൈനെസ് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ അതല്ല ആവശ്യം, നമുക്കിപ്പോൾ ഐസിൽ യൂസ് ചെയ്യും. പിലോകാർപ്പിൻ ഐ മസിൽസിൽ യൂസ് ചെയ്യും. ഐ മസിൽസിൽ ട്രബിക്കുലർ മെഷ് വർക്ക്, അതായത് നമ്മുടെ ഈ ലെൻസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ലെയേഴ്സ്, അതായത് ഫൈബ്രസിനെയാണ് ട്രബിക്കുലർ മെഷ് വർക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് കൺട്രാക്ഷൻ ഉണ്ടാകുന്ന പ്യൂപ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യും. കൺട്രാക്ഷൻ റിലാക്സേഷൻ ഉണ്ടാകുന്ന സമയത്ത് പ്യൂപ്പിൾസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ പിലോകാർപ്പിൻ്റെ യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അട്രോപ്പിൻ കൊടുത്ത് തന്നെ ഡയലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി 2 ടേംസ് ഇതിൽ വരുന്നതാണ് മിഡ്രിയാസിസും മയോസിസും. മിഡ്രിയാസിസ് മീൻസ് ഡയലേഷൻ. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, മിഡ്രി ഡയലേഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. മയോസിസ് മീൻസ് കൺസ്ട്രക്ഷൻ ഓഫ് പീപ്പിൾ. ഓക്കെ, മിഡ്രി ഡയലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 105. Myotics are usually used for treatment of glaucoma for option A paralyzing ciliary muscles, option B constricting intraocular vessel, option C constricting the pupils, option D relaxing the ciliary muscle. ഓക്കെ, നമ്മളിത് ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. മയോട്ടിക്സ് മീൻസ് മിഡ്രിയാറ്റിക്സ് ഡയലേഷൻ ഉണ്ടാക്കുന്നു. സോ അപ്പോൾ മയോട്ടിക്സ് കൺസ്ട്രക്ഷൻ ഓഫ് പീപ്പിൾ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. Question number 106. Which drug is used for controlling symptoms of Meniere's disease? Okay. What is Meniere's disease? Relating to ear. Okay. ഇയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസാണ് Meniere's disease. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആൻറ്റിഹിസ്റ്റമിൻ, ഓപ്ഷൻ ബി ആൻറ്റി എമിറ്റിക്, ഓപ്ഷൻ സി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഓപ്ഷൻ ഡി ഡയോററ്റിക്സ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡയോററ്റിക്സ്. വൈ? ഈ Meniere's disease എന്ന് വെച്ചാൽ നമ്മുടെ അബ്നോർമൽ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ടാകുന്നത് ഇയറിലെ എൻഡോലിംഫ് അബ്നോർമലായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇയറിൽ ടിനിറ്റസ്, അതായത് ഒരു സിംഗിങ് സൗണ്ട്, വെർട്ടേഗോ, ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഒക്കെ സംടൈംസ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ Meniere's disease എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബ്നോർമൽ ഫ്ലൂയിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയോററ്റിക്സ് യൂസ് ചെയ്യും. ഡയോററ്റിക്സ് അറിയാമല്ലോ, എക്സസ് ഫ്ലൂയിഡിനെ ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡയോററ്റിക്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയോററ്റിക്സ് പറഞ്ഞപ്പോൾ ഓർത്ത ഓസ്മോട്ടിക് ഡയോററ്റിക്സ് അങ്ങനെ ഓരോ ഇതുണ്ട്. ഓക്കെ, അതിൻ്റെ ഡയോററ്റിക്സിൻ്റെ എക്സാമ്പിൾസൊക്കെ നോക്കിയേക്കണം, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും, ഡയോററ്റിക്സിൻ്റെ ക്ലാസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 107. Repair of tympanic membrane is termed as.
ഓപ്ഷൻ എ ഓസിക്കുലോപ്ലാസ്റ്റി, ഓപ്ഷൻ ബി മിറിഞ്ചോപ്ലാസ്റ്റി, ഓപ്ഷൻ സി മിറിഞ്ചോട്ടമി, ഓപ്ഷൻ ഡി ഓഡിയോമെട്രി. ഈ ബ്രാക്കറ്റിലുള്ളത് നോക്കണ്ട, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി ചേർത്തതാണ് കേട്ടോ, ക്വസ്റ്റ്യനിലുള്ളതല്ല. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് റിപ്പയർ ഓഫ് ടിമ്പാനിക് മെമ്പറൈൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മിറിഞ്ചോപ്ലാസ്റ്റി. പ്ലാസ്റ്റി, റിപ്പയർ എന്ന വാക്ക് വെക്കുമ്പോൾ എപ്പോഴും പ്ലാസ്റ്റി ഓർത്തോളൂ. ഓക്കെ, ഓട്ടമി വെക്കുമ്പോൾ ഇൻസിഷനും ഓർക്കുക. ഓക്കെ, ഓപ്പൺ ഇൻസിഷനാണ് ഓട്ടമി, പ്ലാസ്റ്റി റിപ്പയർ ആണ്. ഓക്കെ, ഇനി ഓസിക്കുലോപ്ലാസ്റ്റി എന്താണെന്ന് നോക്കാം. മിഡിൽ ഇയറിലെ ഓസിക്കുലാർ ചെയിൻ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് ഓസിക്കുലോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇനി മിറിഞ്ചോട്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയർ ഡ്രമ്മിൽ, അതായത് ടിമ്പാനിക് മെമ്പറൈനിൽ ടൈനി ഹോൾസ് ഇട്ട് കൊടുക്കും. അതായത് ഫ്ലൂയിഡൊക്കെ നിന്നിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ പ്രഷർ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈനി ഹോൾസ് ഇട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് മിറിഞ്ചോട്ടമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി ഓഡിയോമെട്രി. ഓക്കെ, ഓഡിയോമെട്രി നമുക്കറിയാം എന്താണ് ഹിയറിംഗ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 108. ബ്രൗൺ സൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ട്യൂമർ ഓഫ് ഐ, ഓപ്ഷൻ ബി ട്യൂമർ ഓഫ് ഇയർ, ഓപ്ഷൻ സി ട്യൂമർ ഓഫ് നോസ്, ഓപ്ഷൻ ഡി ട്യൂമർ ഓഫ് ത്രോട്ട്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ട്യൂമർ ഓഫ് ഇയർ. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. ഈ ബ്രൗൺ സൈൻ കാണുന്നത് ഗ്ലോമസ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇയറിനകത്തുള്ള ഒരു ട്യൂമേഴ്സിലാണ്. ഈ സമയത്ത് നമുക്ക് പൾസേഷൻ ഉണ്ടാകും. പൾസേഷൻ ടിൻറ്റസ് സിംഗി സൗണ്ടാണ്. അതിൽ പൾസേഷൻ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകും. അതായത് ഈ ഒരു ഒന്നുമില്ല നമ്മൾ ഈ ഓട്ടോസ്കോപ്പി വെച്ച് നോക്കുന്ന സമയത്ത്, ഇയർ നോക്കുന്ന സമയത്ത് ഈ ഗ്ലോമസ് ട്യൂമേഴ്സ് ഉള്ള പേഷ്യൻ്റെ ഇയർ ഡ്രമ്മിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഇതിന് നല്ല വാസ്കുലാരിറ്റി ഉള്ളതുകൊണ്ട് റെഡ് ബ്രൗണിഷ് മാസായിട്ട് കാണിക്കും. അതാണ് ഈ ബ്രൗൺ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 109. ഷോർട്ട് സൈറ്റ്നെസ് ഈസ് ഓപ്ഷൻ എ ഹൈപ്പർമെട്രോപ്പിയ, ഓപ്ഷൻ ബി അസ്റ്റിഗ്മാറ്റിസം, ഓപ്ഷൻ സി എമെട്രോപ്പിയ, ഓപ്ഷൻ ഡി മയോപ്പിയ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മയോപ്പിയ. ഓക്കെ, സോ നമുക്ക് ബാക്കിയുള്ള എന്താണെന്നും കൂടെ നോക്കാം. ഹൈപ്പർമെട്രോപ്പിയ മീൻസ് ലോങ് സൈറ്റ്. ലോങ് സൈറ്റ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻറ്റ് വിഷൻ, ഫാർ വിഷൻ ആണ് ലോങ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അസ്റ്റിഗ്മാറ്റിസം എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ലെൻസ് റൗണ്ട് ആയിരിക്കും നമ്മുടെ ലെൻസ്. ഇത് ഓവൽ ഷേപ്പ് ആവുന്ന സമയത്തുള്ളതാണ് അസ്റ്റിഗ്മാറ്റിസം. ഈ സമയത്ത് നമ്മൾ സിലിണ്ടറിക്കൽ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മയോപ്പിയയ്ക്ക് കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി മയോപ്പിയ എന്ന് വെച്ചാൽ ഷോർട്ട് സൈറ്റ്. ഇനി എമെട്രോപ്പിയ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഐ വിഷനെയാണ് എമെട്രോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, എമെട്രോപ്പിയ മീൻസ് നോർമൽ ഐ വിഷൻ. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 110. What is the first line management of epistaxis? Option A, pinch the nose and move backward. Option B, pinch the nose and move forward. Option C, pinch the nose with the sterile gauze. Option D, don't touch the nose and inform physician. So right answer is option B, pinch the nose and move forward. നമ്മൾ എപ്പോഴും പ്രഷർ കൊടുക്കണം. എപ്പിസ്റ്റാക്സിസ് വരുന്ന സമയത്ത് ആ നോസിൽ പ്രഷർ കൊടുത്തിട്ട് ഒന്ന് ഫോർവേഡ് ഇങ്ങനെ ലീൻ ചെയ്തിരിക്കാൻ പറയുക പേഷ്യൻ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ നഴ്സിംഗ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ്. ഓക്കെ.